കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിലെ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് CBI. മൃതദേഹം സംസ്കരിക്കാൻ തിടുക്കം കാട്ടിയെന്നും വീണ്ടും പോസ്റ്റ്മോർട്ടം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചില്ല എന്നും CBI. പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമം നടന്നു. ആശുപത്രി അഡ്മിൻ പോലീസുകാരുമായി ഒത്തുകളിച്ചെന്നും CBI കണ്ടെത്തിയിരിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ക്രൂര പീഡനത്തിനിരയായാണ് യുവ ഡോക്ടർ കൊല്ലപ്പെടുന്നത്. അതിലെ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്? സുജിയ, ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അത്തരത്തിലുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും CBI ഇപ്പോൾ പുറത്തുവരുന്ന വിവരപ്രകാരമാണെങ്കിൽ ആ സംശയങ്ങൾ ഏറെക്കുറെ സാധൂകരിക്കുന്നതാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. പ്രധാനമായും വിവിധ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം ഈ പോസ്റ്റ്മോർട്ടം എന്ന കുടുംബത്തിന്റെ ആവശ്യം, അതായത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ മൃതദേഹം വേഗത്തിൽ സംസ്കരിക്കാനുള്ള തിടുക്കം ഉണ്ടായി എന്നാണ് അതിൽ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം പ്രതിയെ സംരക്ഷിക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇതിൽ കേസെടുത്തത്. ഇത്തരത്തിൽ ബലാത്സംഗം അല്ലെങ്കിൽ പീഡനം നടന്നു എന്ന് ഏറെക്കുറെ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും അത് അസ്വാഭാവിക മരണത്തിൽ കേസെടുക്കാനാണ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ തെറ്റായ രേഖകൾ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആശുപത്രി അഡ്മിൻ പോലീസുമായി ഒത്തുകളിച്ചു എന്നൊരു ആരോപണം ഉണ്ട്. ഒപ്പം FIR രജിസ്റ്റർ ചെയ്ത് വൈകിപ്പിച്ചു. ഒപ്പം പ്രതിയുടെ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നത് വൈകി തുടങ്ങിയ ആരോപണങ്ങളും എന്താണെങ്കിലും CBI ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഗൂഢാലോചന ഈ കേസ് അട്ടിമറിക്കാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് CBI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് ഈ കേസിലെ പ്രതി, മറ്റൊന്ന് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷൻ SHO അഭിജിത്ത് മണ്ഡൽ എന്ന ഉദ്യോഗസ്ഥനെയും ഈ കേസിന്റെ അന്വേഷണത്തിൽ കൃത്യലോപം നടത്തിയത് കാണിച്ചുകൊണ്ട് CBI നേരത്തെ അറസ്റ്റ് ചെയ്തത്. എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്ന് വ്യക്തമാക്കുകയാണ് CBI. എന്താണെങ്കിലും CBI ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇനി അറസ്റ്റ് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്.